12 വർഷങ്ങൾക്ക് മുമ്പ് ഈ ക്ഷേത്രത്തിൽ ഞാൻ എത്തുമ്പോൾ ഒരു ചെറിയ അമ്പലം മാത്രമായിരുന്നു. ഇന്നത് വളരെ വലിയൊരു അമ്പലമാക്കി മാറ്റി. കാശി വിശ്വനാഥ ക്ഷേത്രം. ഈ തൊട്ടടുത്തായിട്ടുള്ള ഒരു മസ്ജിദ് അവിടെ കാണാം. പക്ഷേ ആ മസ്ജിദിൻ്റെ പ്രവർത്തനം ഉണ്ടോ ഇല്ലയോ എന്നറിയില്ല. എങ്കിലും മസ്ജിദ് അവിടെ തൊട്ടടുത്തായിട്ട് തന്നെയുണ്ട്. ഈ കാശിയിലെത്തുന്ന ജനങ്ങൾ 4 വരിയായിട്ടാണ് വരുന്നത്. 4-ാം നമ്പർ ഗേറ്റിലൂടെയാണ് VIP-മാർക്കുള്ള സന്ദർശനം. ഞാനും VIP സന്ദർശനം തരപ്പെടുത്താൻ ആഗ്രഹിച്ചു, എങ്കിലും വേണ്ടാമെന്ന് തീരുമാനിച്ചു. കാരണം ആളുകളുടെ ഇടയിലൂടെ സഞ്ചരിക്കാമെന്ന് തീരുമാനിച്ചു. 6 മണിക്കൂർ വരെ നിന്നാൽ മാത്രമേ ഇവിടെ ഒരു ദർശനം സാധ്യമാകൂ, സാധാരണ ക്യൂ. എന്നാൽ 4-ാം നമ്പർ ഗേറ്റിലൂടെ പത്രക്കാരനെന്നുള്ള നിലയിൽ നമുക്ക് കയറാം. അങ്ങനെ കയറിക്കഴിഞ്ഞാൽ 1 മണിക്കൂർ കൊണ്ട് ദർശനം സാധ്യമാകും. പൊരിയുന്ന വെയിലിലാണ് ഈ ഭക്തർ നിൽക്കുന്നത്. ഈ നിൽക്കുന്നതാണ്. പക്ഷേ ഇവർ വരി വരുന്നതെന്ന് പറഞ്ഞാൽ വളരെ ദൂരെയാണ്. ഇതാണ് ശരിക്കും വരി. ഈ വരി ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ചെറിയൊരു ശിവലിംഗം മാത്രമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഒരു ചെറിയ ശിവലിംഗം മാത്രം. ആ ദർശനത്തിനായിട്ട് വരുന്ന ഭക്തജനങ്ങളുടെ എണ്ണം ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാണ് ഇവിടെ എത്തിച്ചേരുന്നത്. ഇതാണ് പുതുക്കിപ്പണിഞ്ഞ കാശി ക്ഷേത്രം. ക്ഷേത്രത്തിന് പടിഞ്ഞാറ് വടക്ക് മാറിയാണ് ഗംഗാനദി ഒഴുകുന്നത്. ഇതാണ് ക്ഷേത്രത്തിൻ്റെ പ്രധാന കവാടം. നേരത്തെ ഇത്തരമൊരു കവാടമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ക്ഷേത്രത്തിന് വളരെ പ്രധാനമായിട്ടൊരു കവാടം ഉണ്ടായി. അവിടെ തന്നെ ഒരുപാട് റെസ്റ്റോറൻറ്റുകളും എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. തുണിക്കടകൾ, പല സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് വടക്കുമാറി ഗംഗാനദിയിലേട്ടാണ് നമ്മൾ പോകുന്നത്. നല്ല ചൂടുണ്ട്. ഇപ്പോൾ നല്ല വെയിലാണ്. തണുപ്പൊക്കെ മാറി കേരളത്തിൻ്റെ പ്രകൃതി എന്ന് വേണേൽ പറയാം. കേരളത്തിൻ്റെ ചൂട് ഇപ്പോൾ ഇവിടെ ഉണ്ട്. പൊടിപടലങ്ങൾ ശരിക്കുണ്ട് എന്നുള്ളത് ഒരു പ്രധാന കാര്യം തന്നെയാണ്. ശരിക്കും ഗംഗാനദി ഒരു 12 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ വരുമ്പോൾ ഗംഗാനദി ഇത്തിരി കൂടുതലുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. കാരണം ഇപ്പോൾ കുറേയധികം നദി വറ്റിയിട്ടുണ്ട്. തിളയ്ക്കുന്ന ചൂടാണ്. മാർബിളിലൂടെ നടക്കാൻ പാടില്ല. ചെരുപ്പില്ലാതെ നടക്കുന്നത്. ഇതാണ് ഗംഗാനദി. ശരിക്കും ഗംഗാനദിയുടെ അപ്പുറം സൈഡെന്ന് പറയുന്നത് കുറച്ച് വറ്റിയിട്ടുണ്ടെന്നുള്ളതാണ്. അവിടെ അങ്ങേ അറ്റം ഞാൻ ഒരു 10-12 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വരുമ്പോൾ ആ ഗംഗാനദിയുടെ കരയെന്ന് പറയുന്നത് വളരെ കുറവ് മാത്രമായിരുന്നു. ഇപ്പോൾ അവിടെ കുറേ അപ്പുറത്തെ കര ഒരുപാട് വറ്റി വരേണ്ടത് കിടക്കുക. ശരിക്കും ഒരു മഴക്കാലമൊക്കെ വന്നു കഴിയുമ്പോൾ ഈ ജലം പൊങ്ങി
ഇതിൻ്റെ മുകളിൽ എത്താൻ സാധ്യതയുണ്ട്. വെയിലൊക്കെ അവഗണിച്ചാണ് നമ്മുടെ ഭക്തന്മാരെല്ലാം ഇവിടെ ബോട്ടിംഗ് സവാരിയും മറ്റുമൊക്കെ നടത്തുന്നത്. ഇനി ഹട്ടുകളുണ്ട്, ഒരുപാട് ഹട്ടുകളുണ്ട്. परसों 32 तारीख को